ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയ അൽഗോരിതം അനുസരിച്ചിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ കണ്ടൻസ് എല്ലാം വളരെയധികം റീച്ച് കുറവാണ്. പ്രത്യേകിച്ച് ചെറിയ ഫോളോവേഴ്സും ചെറിയ ഫോളോവേഴ്സുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വീഡിയോ റീച്ച് ആവുന്നില്ല. എത്ര ക്വാളിറ്റിയുള്ള കണ്ടന്റ് ആയി കഴിഞ്ഞാലും നമ്മൾ എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം അധികം ഫോളോവേഴ്സ് ഉള്ള ആളാണെങ്കിലും ഇല്ലാത്തവളാണെങ്കിലും മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഒരു വീഡിയോ എടുത്ത് കണ്ടന്റ് എടുത്ത് മ്യൂസിക് എടുത്ത് തീം കണ്ടെത്തി ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ വോക്കൽസ് സെപ്പറേറ്റ് ചെയ്ത് പുതിയ മ്യൂസിക് ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ട്രാൻസിഷൻ കൊടുത്ത് കളർ ഗ്രേഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഓരോ എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ പുറത്തിറക്കുന്നത്. അത് നമ്മൾ അത്രയും മണിക്കൂറുകൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഒരു വീഡിയോ പുറത്തിറക്കുന്നത്. പക്ഷേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പ്രത്യേകിച്ച് 1000 താഴെ അക്കൗണ്ട്സ് ഫോളോവേഴ്സ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-100 പേര് ഇത് കാണിച്ചിട്ട് ഇവരത് സ്റ്റോപ്പ് ചെയ്യണം. പുതിയ അൽഗോരിതം അനുസരിച്ച് വലിയ വലിയ പേജുകൾക്ക് മാത്രമേ ഇപ്പോൾ അത്യാവശ്യം ഒരു ഇനീഷ്യൽ ഇത് എപ്പോഴും കിട്ടുന്നുള്ളൂ വീഡിയോക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാരുടെ വീഡിയോ ഒരു 100 പേര് 150 പേര് കാണിച്ചിട്ട് ഇവർ ഷോപ്പ് ചെയ്യും. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടന്റ് അത്ര പോരാ എന്നുള്ളതാണ്. നമ്മൾ കണ്ടന്റ് അത്ര പോരാത്ത കണ്ടന്റ് ആണെന്ന് വിലയിരുത്തണമെങ്കിൽ ഒരു 1000 പേരോ അല്ലെങ്കിൽ 5000 പേരെങ്കിലും കാണിച്ചിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ഓക്കെ. നമ്മളിപ്പോൾ കണ്ടന്റ് മോശമാണ് സമയത്ത് 50 പേര് 60 പേര് 70 പേര് 100 പേരൊക്കെ കാണിച്ചിട്ട് അവിടെ വ്യൂസ് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോക്ക് യാതൊരു അനക്കം ഉണ്ടാവില്ല, അതവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ട് ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 1000-2000 പേര് കണ്ടിട്ടും അതിന് വലിയൊരു എന്താ പറയുക റെസ്പോൺസ് ഇല്ലെങ്കിൽ അത് ആ റീലിൻ്റെ കുഴപ്പമാണെന്നെങ്കിലും പറയാം. ഇത് വെറും 100 പേര് 150 പേരെ കാണിച്ചിട്ട് അവിടെ അവസാനിപ്പിക്കണം. എന്തിനാണ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? വ്യൂവേഴ്സിനെ സജസ്റ്റ് ചെയ്യാനും വ്യൂവേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. അത് വൈറലായിട്ടുള്ള റീൽസ് മാത്രം ആൾക്കാർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതിയോ? അല്ലെങ്കിൽ വലിയ വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രം നിലനിന്നാൽ മതിയോ? പുതിയ പുതിയ ആളുകൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ മടി കാണിക്കുന്നത്? പണ്ടൊക്കെ ഉള്ള ഒരു അൽഗോരിതം അനുസരിച്ച് നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ വർഷം 2000-3000 പേരൊക്കെ ഒരു മിനിമം കാണിച്ചിരുന്നു. എന്നിട്ടാണ് അത് അവസാനിപ്പിക്കാറ്. ഇതിപ്പോൾ നമ്മൾ റീച്ചുള്ള അക്കൗണ്ടിൽ നിന്നാലും ഇല്ലാത്ത അക്കൗണ്ടിൽ നിന്നാലും എടുത്ത് ഒരു പുതിയൊരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ചുരുക്കം പേര് കാണിച്ചിട്ട് അതോടെ അവസാനിപ്പിക്കുകയാണ്. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റിനെ വളരെയധികം ഒരു മോശമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അൽഗോരിതം. അത് കാരണം നല്ല നല്ല കണ്ടന്റ് ആണെങ്കിൽ പോലും റീച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ സമയം കളയേണ്ട ഒരു മടി കാരണം ഇപ്പോൾ ആരും ഇതുപോലെയുള്ള സംഗതികൾ എഡിറ്റ് ചെയ്യാൻ തന്നെ മടി കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ചെറിയ ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സമീപനമാണ് ഇൻസ്റ്റാഗ്രാം മുന്നോട്ട് വെക്കേണ്ടത്. കാരണം പുതിയ പുതിയ കണ്ടന്റുകളും പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരേണ്ടതാണ്. അപ്പോൾ അൽഗോരിതം മാറുമെന്ന് പ്രതീക്ഷിക്കാം. പുതിയ പുതിയ കണ്ടന്റ് ക്രിയേറ്റർമാർ ഉയർന്നു വരുമെന്ന് വിചാരിക്കാം.